രാജാവായ മിറാസിന് ഒരു പുതിയ പുത്രൻ ജനിക്കുന്നു. ഇതോടെ നിലവിലെ അവകാശിയായ കാസ്പിയൻ രാജകുമാരന്റെ ജീവൻ അപകടത്തിലാകുന്നു. കാസ്പിയന്റെ ഗുരു അവനെ രാത്രിയിൽ കൊട്ടാരത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നു. സൈനികർ പിന്തുടരുമ്പോൾ കാസ്പിയൻ കുതിരപ്പുറത്ത് വന്യമായ കാട്ടിലേക്ക് ഓടിപ്പോകുന്നു. കാടിന്റെ അതിർത്തിയിൽ വെച്ച് അപകടത്തിൽപ്പെടുന്നു അവൻ. മനുഷ്യർക്ക് അസാധ്യമായ ഇടമെന്ന് കരുതപ്പെടുന്ന വനത്തിനുള്ളിലെ നിഗൂഢ ജീവികളുടെ കൈകളിലെത്തുന്നു. കാട്ടിൽ വെച്ച് കാസ്പിയൻ ബോധം തെളിയുമ്പോൾ തന്നെ സഹായിച്ചത് മനുഷ്യരല്ല, മറിച്ച് സംസാരിക്കുന്ന മൃഗങ്ങളും കുള്ളന്മാരും സെന്റോറുകളുമാണെന്ന് തിരിച്ചറിയുന്നു. തുടക്കത്തിൽ അവർക്ക് കാസ്പിയനെ വിശ്വാസമില്ലെങ്കിലും തന്റെ അമ്മാവൻ മിറാസിന്റെ ക്രൂര ഭരണത്തെക്കുറിച്ച് അവൻ അവരോട് വിവരിക്കുന്നു. കാസ്പിയൻ അവരെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു. വനത്തിനുള്ളിലെ പുരാതനമായ കല്ലറകളിൽ അവർ താവളമടിക്കുന്നു. അവർ കാസ്പിയനെ തങ്ങളുടെ നേതാവായി അംഗീകരിക്കുകയും ഒരു വലിയ യുദ്ധത്തിനായി പരിശീലനം തുടങ്ങുകയും ചെയ്യുന്നു. മാന്ത്രിക ശക്തിയുള്ള സിംഹമായ അസ്ലന്റെ തിരിച്ചുവരവിനായി അവർ പ്രാർത്ഥിക്കുന്നു. മിറാസിന്റെ സൈന്യം കാടിനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു. ആധുനിക ആയുധങ്ങളുള്ള സൈന്യത്തെ നേരിടാൻ കാസ്പിയനും സംഘവും തന്ത്രങ്ങൾ മെനയുന്നു. രാത്രിയുടെ മറവിൽ അവർ കൊട്ടാരം ആക്രമിക്കുന്നു.